മോഹൻലാൽ ഒരു അതുല്യ പ്രതിഭ തന്നെയാണ്. അതിന് ഇനി മറ്റാരുടെയും ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ വാചകം ഇപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ലാൽ സലാം എന്ന് പറയപ്പെടുന്ന മോഹൻലാലിന്റെ ആദരിക്കൽ ചടങ്ങ്, അതായത് സർക്കാർ നടപ്പിലാക്കിയ ആദരിക്കൽ ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ കണ്ട ഒരു കാഴ്ച അത്ഭുതപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലോക മലയാളികളൊക്കെ അഭിമാനിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ ഈ ലാൽ സലാം എന്ന് പറയപ്പെടുന്ന പരിപാടിയിൽ വെച്ച് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ പുകഴ്ത്തി സംസാരിക്കൽ എന്ന് പറയപ്പെടുന്നത് മോഹൻലാലിനെ പോലൊരു നടൻ, ആ ഇത്രയും കഴിവും ആകാര സൗഷ്ഠവുമൊക്കെ ഉള്ള ഒരാളെ, അല്ലെങ്കിൽ മലയാളത്തിന്റെ അഭിമാനമായിട്ട് മാറുന്ന ആളിനെ വെച്ച് ഒരു സിനിമ എടുക്കാൻ തനിക്ക് അവസരം ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരിക്കൽ ഒരു മലയാളം വാരികയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാരികയുടെ ഒരു ഇന്റർവ്യൂവിൽ ഇദ്ദേഹത്തിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് ഇതുവരെയും മോഹൻലാലിനെ വെച്ചൊരു സിനിമ നിർമ്മിക്കാത്തത് എന്നാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമെന്ന് പറഞ്ഞാൽ, മോഹൻലാലിന്റെ രൂപമെന്ന് പറയപ്പെടുന്ന നല്ലവനായ ഒരു റൗഡിയുടെ രൂപമാണ്. അപ്പോഴും ആ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു, അതുമാത്രമല്ല പലതരത്തിലുള്ള റോളുകൾ, റൗഡി മാത്രമല്ലാത്ത പലതരത്തിലുള്ള റോളുകൾ മോഹൻലാൽ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു നടനല്ലേ, ആ നടനെ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പറഞ്ഞത് റൗഡി തന്നെയാണ് എന്നാണ്. അവൻ എങ്ങനെയാണ് നല്ലവനാകുന്നത് എന്നാണ്. മാത്രമല്ല മോഹൻലാലിനെ പോലൊരു നടനെ വെച്ച് വേറെ റോളുകൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് ചെയ്തിരിക്കാം, പക്ഷേ തൻ്റെ മനസ്സിൽ പതിഞ്ഞത് ഈ ഒരു ഗുഡ് റൗഡിയുടെ, ഒരു നല്ലവനായ റൗഡിയുടെ മുഖമാണ് അല്ലെങ്കിൽ ഇമേജാണ് എന്ന് പറയപ്പെടുന്ന അടൂർ ഗോപാലകൃഷ്ണനെ വിവാദപരമായ ആ പ്രസ്താവനയിലൂടെ നമുക്ക് അന്ന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവസരത്തിനൊത്ത് ഇതുപോലെ മാറാൻ കഴിയുന്ന മറ്റൊരാളുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും പല വിവാദങ്ങളിലും അദ്ദേഹം പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനു മുൻപുള്ള പുഷ്പവല്ലിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ അത് ജാതീയമായിട്ടുള്ള ഒരു പ്രസ്താവനയായി മാറുന്ന തരത്തിലൊക്കെ വന്നുവെങ്കിൽ കൂടിയും സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള സജി ചെറിയാന്റെ ഇടപെടൽ അതിനെ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുപോയി എന്ന് മാത്രം. അവിടെയും വിവാദമായിരുന്നു. ഇപ്പോൾ ഇതാ ഇവിടെ മോഹൻലാലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ മോഹൻലാലിനെ അഭിനയിപ്പിക്കാറേ ഇല്ല. മോഹൻലാൽ എന്ന് പറയപ്പെടുന്ന നടന്റെ എന്ത് ഗുണങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ഫാൽക്കെ അവാർഡ് കൂടി കിട്ടുമ്പോൾ കേന്ദ്രം നൽകി അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അടൂർ ഗോപാലകൃഷ്ണനെ പോലെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോലെയോ ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ്, നല്ല നടനാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇനി ആരുടെ കയ്യിൽ നിന്നും മോഹൻലാൽ എന്ന് പറയുന്ന ആളിന് കിട്ടേണ്ട ആവശ്യമില്ല. അദ്ദേഹം അത്രത്തോളം നല്ല നടനാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. ആ തെളിയിപ്പുകളൊക്കെ പലവട്ടം ദേശീയ അംഗീകാരത്തിലൂടെയും തെളിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും നല്ല നടനുള്ള പുരസ്കാരങ്ങൾ ലഭിച്ച് അതിലൂടെയും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോഹൻലാലിന് ഇനി മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഈ ലോകോത്തര സംവിധായകൻ എന്ന് പറഞ്ഞ് ആത്മാഭിമാനം കൊള്ളുന്നത് നല്ലത് തന്നെയാണ്, വേണ്ട എന്ന് പറയുന്നില്ല. അദ്ദേഹത്തിനെ ഇകഴ്ത്തി കാണിക്കുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണൻ എന്തായിരുന്നാലും ലോകം അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മാനസിക വളർച്ച എന്ന് പറയപ്പെടുന്നത് ചെറുതാണ്, കുറവാണ് എന്ന് തോന്നുന്നു. ഒരു നടനിൽ മാത്രം ഒതുങ്ങുന്നു. മമ്മൂട്ടിയെ വെച്ച് മാത്രം പല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ തെറ്റില്ല, അദ്ദേഹം അങ്ങനെ ചെയ്യട്ടെ, അതിനൊന്നും ഒരു കുറ്റവും കുറവും പറയാനില്ല. മമ്മൂട്ടി മഹാൻ നടനാണ്, അദ്ദേഹത്തെ വെച്ച് മാത്രം ചെയ്യുന്നുണ്ടല്ലോ, നല്ലത് തന്നെയാണ്. പക്ഷെ അവിടെ പല നടന്മാരെയും ഉപയോഗിക്കാം എന്നിരിക്കെ മോഹൻലാലിനെ നല്ലവനായ റൗഡിയുടെ ഇമേജ് മാത്രമുള്ള ഒരു നടനാണ് എന്ന് പറഞ്ഞ മാനസികാവസ്ഥയിൽ നിന്ന് എനിക്ക് തോന്നുന്നു 2025 ഏപ്രിലോ മറ്റാണ് ആ തരത്തിലൊരു ഇന്റർവ്യൂ നടന്നതെന്ന് തോന്നുന്നു. അതിനുശേഷം മാസങ്ങൾ കഴിയുമ്പോൾ ഇതാ ഇവിടെ ദാദാ ഫാൽക്കെ അവാർഡ് വാങ്ങിയെത്തുന്ന മോഹൻലാലിന്റെ ആ ചടങ്ങിൽ, മോഹൻലാലിനെ ആദരിക്കുന്ന ആ ചടങ്ങിൽ ഇദ്ദേഹത്തെ പോലൊരു അഭിമാനം കൊള്ളുന്ന അല്ലെങ്കിൽ ആത്മാഭിമാനം കൊള്ളുന്ന, അദ്ദേഹത്തിന്റെ കഴിവുകളെയൊക്കെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് താൻ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്യാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വന്ന ഗതികേടിലേക്ക് ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്ന് പറയേണ്ടി വന്നു, അല്ലെങ്കിൽ തുറന്നു പറച്ചിൽ നടത്തേണ്ടി വന്നു എന്നുള്ളത് കൂടി ഇദ്ദേഹം മനസ്സിലാക്കേണ്ടത്. കാരണം എനിക്ക് ചെയ്യാൻ കഴിയില്ല ഈ മഹാനടനെ വെച്ച് എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തിപ്പെട്ടു. പക്ഷെ അതിന് മുമ്പ് ഒരു മാധ്യമപ്രവർത്തകർ 4-5 മാസങ്ങൾക്ക് മുമ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന് റൗഡിയുടെ ഇമേജുള്ള നടനാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു അടൂർ ഗോപാലകൃഷ്ണനാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിനെ ഞാൻ ബഹുമാനക്കുറവിൽ പറയുന്നതല്ല, ഇത്രയും വലിയ സംവിധായകനാണ്, ഒക്കെ തന്നെയാണ്. പക്ഷെ എങ്കിലും അദ്ദേഹം പലപ്പോഴും എടുക്കുന്ന നിലപാടുകൾ, സ്വീകരിക്കുന്ന നിലപാടുകൾ വിവാദങ്ങളാകാറുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുമ്പ് സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ നമുക്കറിയാം, ആ ഒരു വിഷയത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം അതിൽ ഈ ജാതീയമായിട്ടുള്ള പരാമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടായി. ആ വിവാദങ്ങൾ ഈ സവർണ അവർണ മേധാവിത്വത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ വല്ലാതെ കൂട്ടിക്കുഴച്ച് വൃത്തികേടാക്കിയ ഒരു പ്രസ്താവന കൂടിയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ്റെ ഒരു വാദഗതിയും അത് തന്നെയാണ്. അദ്ദേഹം കാണിച്ചതിനോട് വിയോജിപ്പുണ്ട് എന്ന് കൂടി പറയട്ടെ. അതേ വിയോജിപ്പ് തന്നെയാണ് ഇപ്പോൾ മോഹൻലാലിന്റെ കാര്യത്തിലും അദ്ദേഹം ഇവിടെ ഇപ്പോൾ കാണിച്ചപ്പോൾ എനിക്ക് പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു നടനെ മാത്രം വെച്ച് സിനിമ എടുക്കുകയും എന്നാൽ മറ്റൊരു നടനെ വെച്ച് സിനിമ എടുക്കില്ല എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന തരത്തിലേക്ക്, മാനസിക വളർച്ച കുറഞ്ഞു പോകുന്ന തരത്തിലേക്ക് ഒരു വലിയ കലാകാരൻ എന്ന് പറയപ്പെടുന്ന, വലിയ സംവിധായകൻ എന്ന് പറയപ്പെടുന്ന അത്തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാൾ ഇത്രയും തരം താണു പോകരുത് എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ അർത്ഥമാക്കിയത്. കാരണം മോഹൻലാലിനെ ഇതിഹാസം എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കാരണം അഭിനയകലയുടെ കുലപതി തന്നെയാണ് മോഹൻലാൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് എല്ലാവരും അംഗീകരിക്കുന്ന, മലയാളി അംഗീകരിച്ച ഒരു നടൻ തന്നെയാണ് മോഹൻലാൽ. പല വേഷങ്ങൾ പലതരത്തിൽ, അത് എങ്ങനെ വേണോ ചെയ്യാം. വേഷപ്പകർച്ച അതിങ്ങനെ പകർന്നാടുമ്പോഴാണല്ലോ ഒരു നടന്റെ നടന മികവ് വ്യക്തമാകുന്നത്. അത്തരത്തിലുള്ള നടന മികവുകൾ കാട്ടുന്ന വളരെ വ്യത്യസ്തനായ ഒരു നടനാണ് മോഹൻലാൽ എന്നുള്ളതിന്റെ തെളിവുകളാണ് നമുക്ക് മുമ്പിൽ അഭ്രപാളികൾ ഏകദേശം 300-ലധികം ചിത്രങ്ങളായി നമ്മുടെ മുമ്പിൽ ലഭിക്കുന്നത്. അതിലെ കാഴ്ചകൾ നമ്മെ പലപ്പോഴും പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട്, പൊട്ടിക്കരയിപ്പിച്ചിട്ടുമുണ്ട്, ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തകൾക്ക് വരെ പ്രേരണ നൽകുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു നടനായി ഉയർന്നു നിൽക്കുന്ന മോഹൻലാലിന് ഒരാളുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത് ജനഹൃദയങ്ങളിൽ അദ്ദേഹം നേടിയെടുത്ത ചിരപ്രതിഷ്ഠ കാരണം. കാരണം ജനഹൃദയങ്ങളിൽ മോഹൻലാൽ എന്ന് പറയപ്പെടുന്ന ഒരു വികാരമാണ്. മലയാളിക്ക് ആത്മാഭിമാനം കൊള്ളുവാൻ കഴിയുന്ന തരത്തിൽ വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു നടൻ കൂടിയാണ് മോഹൻലാൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മോഹൻലാലിനൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചില്ല എന്ന് പറയപ്പെടുന്ന അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന സംവിധായകന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. മാസങ്ങൾക്ക് മുമ്പ് അതല്ല, ഇങ്ങനൊരു നടന് നല്ല ഗുണ്ടയുടെ മനസ്സാണ്, അല്ലെങ്കിൽ നല്ല റൗഡി ഉള്ള ഇമേജാണ് എന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് മാറ്റി പറയുന്നു എന്ന് പറയാം. അപ്പോൾ അവസരത്തിനൊത്ത് ഇവിടെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറ്റി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഒരു വലിയ പുരുഷാരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നിരിക്കുന്നു, സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഇനി മറ്റൊന്ന് എന്ന് പറയപ്പെടുന്നത്, ഇതേപോലെ ഇദ്ദേഹത്തിനും ഇതേ ദാദാ ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആ അതേ ദാദാ ഫാൽക്കെ അവാർഡ് ലഭിച്ചപ്പോൾ അദ്ദേഹം 2 ദശാബ്ദത്തിന് മുമ്പാണ് ലഭിച്ചിരിക്കുന്നത്. അന്നൊന്നും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെ പ്രവർത്തികളില്ല എന്നും, അന്ന് 2 ദശാബ്ദം മുമ്പ് ഇതുപോലുള്ള ആഘോഷങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളോ അത് മാത്രമല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആദരിക്കലുകളോ ഇല്ല എന്നുള്ള കൂടെ ഒരു പരിഭവം കൂടി ആ വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന അവാർഡിന്റെ മൂല്യത്തെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ അതിന് ആദരിക്കൽ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് അംഗീകരിക്കൽ അല്ലാതായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ആഘോഷങ്ങൾ ഇല്ലാതായി പോയോ എന്നൊന്നും പരിഭവം പറയേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. പകരം നിങ്ങൾ ദാദാ ഫാൽക്കെ അവാർഡിന് അർഹനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് അത്തരത്തിലൊരു അവാർഡ് തന്ന് നിങ്ങളെ ആദരിച്ചത്. ആ അവാർഡ് മാത്രം മതി നിങ്ങൾ ആരാണ് എന്ന് തെളിയിക്കുവാൻ എന്നുകൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ കാലത്ത് ദാദാ ഫാൽക്കെ അവാർഡ് നേടുന്ന മോഹൻലാലിനും അദ്ദേഹത്തിനെ അംഗീകരിക്കുന്ന, അദ്ദേഹത്തിനെ ആഘോഷരാവുകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ആദരിക്കുന്ന ഒരു ചടങ്ങ് കേരള സർക്കാർ കൂടി, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുകയും മോഹൻലാലിനെ ആദരിക്കുകയും ചെയ്തതിൽ മറ്റുള്ളവർ വിറളി പോകേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അത്തരത്തിൽ വിറളി പൂണ്ട് മറ്റെന്തെങ്കിലും പ്രതിപ്രവർത്തനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും അമാനമാടുന്ന തരത്തിലുള്ള പ്രഹസന പരമ്പരകളിലേക്കോ പോകാതെ അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്ന് തന്നെയല്ലേ നമുക്കിതിൽ നിന്ന് പറയേണ്ടത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ഇത്രയും വലിയ പ്രഗത്ഭനായ പ്രശസ്തനായ ഒരു സംവിധായകൻ മോഹൻലാലിനെ പോലെ ഫാൽക്കെ അവാർഡും ഭാരതത്തിന്റെ പരമോന്നത അവാർഡുകളും ഒക്കെ നേടിയെടുത്ത ആ നടനെ അംഗീകരിക്കാൻ കഴിയാതായി പോകുന്ന മനസ്സിനുടമയാണ് എന്ന് പറയപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് എത്രത്തോളം ചെറുതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള
അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ മാറ്റം വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഒരു നടനെ, അത് ആര് തന്നെ ആയിക്കോട്ടെ, ഒരു നടനെ അഭ്രപാളികളിൽ അദ്ദേഹത്തിന്റെ നടന വിസ്മയം പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന കഴിവിനെയാണ് സംവിധാനം അല്ലെങ്കിൽ സംവിധായക പ്രതിഭ എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ സംവിധായകൻ അത്തരത്തിലുള്ളൊരു വലിയ പ്രതിഭയാണ് എങ്കിൽ മാത്രമേ ഒരു നടനെ ആ തരത്തിൽ അഭ്രപാളികളിൽ എത്തിക്കാൻ കഴിയൂ എന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യണമെന്നുള്ള ആ ഒരു കഴിവ് ആ സംവിധായകൻ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഒരു നടന്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പച്ചപരമാർത്ഥവും യാഥാർത്ഥ്യവും. അതുകൊണ്ട് തനിക്ക് കിട്ടാത്തതൊന്നും മറ്റൊരാൾക്ക് കിട്ടരുത് എന്നും ആ കിട്ടുന്നതിനെയൊക്കെ വളരെ പരിഭവപൂർവ്വം പറയുകയും ചെയ്യുന്നത് പരിതാപകരമാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. മോഹൻലാലിന് കിട്ടിയ ഫാൽക്കെ അവാർഡിൽ എല്ലാ മലയാളികളും സന്തോഷിക്കുന്നത് പോലെ തന്നെ നമുക്കും സന്തോഷിക്കാം.